ഹലോ ഗായ്സ്, നട്ടപ്പാതിരയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സൂക്കേട് നിങ്ങൾക്കുണ്ടോ? എനിക്ക് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ. പാതിരാത്രിക്ക് വല്ല മധുരമുള്ളതൊക്കെ കഴിക്കാൻ തോന്നും. ഇന്ന് അങ്ങനെ തോന്നിയപ്പോൾ ഈ സമയത്തൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഴുന്നേറ്റ് പോകുന്നതും എൻ്റെ കൂടെ എൻ്റെ മക്കളും ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ എന്താ ഉള്ളതെന്ന് നോക്കിയപ്പോൾ കുറേ പഴം ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പഴനുറുക്കൻ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് പഴനുറുക്ക്. നല്ല മധുരം ഇഷ്ടമുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് രസമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെക്കുക. ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പഴം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിന് പഴത്തിനോടൊപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. പഴം നല്ല പോലെ വെന്ത് വരണം കേട്ടോ. പഴം നല്ല വെന്ത് എന്താ പറയുക, നല്ല കുഴഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര പാനിയാക്കിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക. ഇത് അധികം നല്ല ഇങ്ങനെ ക്രീം പോലെ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ല എന്നെപ്പോലെ ഇങ്ങനെ നല്ല ക്രീമി ആയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ശർക്കര നല്ലോണം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇളക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ പഴം ഇങ്ങനെ വെന്ത് വെന്ത് വറ്റി വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ ഏലക്കയുടെ പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, തേങ്ങാപ്പാൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങാപ്പാലും ശർക്കരയും ഏലക്കാപ്പൊടിയും ഇതെല്ലാത്തിലും കടന്നിട്ട് നമ്മുടെ പഴം ഇങ്ങനെ നല്ല വെന്ത് കുറുകി വറ്റി വരണം കേട്ടോ. ഇതാ നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വറ്റിക്കഴിഞ്ഞാൽ മേലെ ഒരല്പം നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മധുരമുള്ള പഴം നുറുക്ക് റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നെപ്പോലെ രാത്രിയിലൊക്കെ ഇങ്ങനെ മധുരം കഴിക്കാനും എരി കഴിക്കാനൊക്കെ ഉള്ള ഭ്രാന്ത് നിങ്ങൾക്ക് വരാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാകുമ്പോൾ ആ സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് കഴിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ പപ്പടം കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം പപ്പടം കൂടി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ പഴം നുറുക്കും പപ്പടവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പടം കൂടി കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ റെഡി ആയിട്ട് ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് ഇരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി. യേശു പറ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി.
ടാറ്റാ ബൈ ബൈ